ഖൽബിൽ ഈമാനുള്ള മനുഷ്യരെല്ലാം കാത്തിരിക്കുന്ന ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. 8 കാര്യങ്ങൾ ബറാഅത്ത് രാവിൽ നമ്മളിങ്ങനെ ഒരുക്കി വെക്കുകയാണെങ്കിൽ ഒരു കൊല്ലം പിന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിറയും, സന്തോഷം നിറയും, പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായി ജീവിതം ആസ്വദിക്കാൻ കഴിയും. ആ 8 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് ബറാഅത്ത് രാവിനെയും പകലിനെയും ഭംഗിയാക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, കാത്തിരുന്ന ബറാഅത്ത് രാവ് അല്ലേ. ബറാഅത്തിന് വലിയ പ്രത്യേകതയുണ്ട്. റജബിൽ നമ്മളിങ്ങനെ മെഅറാജ് ആവാൻ കൊതിച്ചിരുന്നു, ശഅബാനിൽ ബറാഅത്താവാൻ കൊതിക്കുകയാണ്. കാരണം എന്താ? ബറാഅത്ത് രാവിന് അത്രമേൽ മഹത്വമുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പേര് തന്നെ ബറാഅത്ത് എന്നാണ്. മോചനത്തിൻ്റെ രാത്രി, നരകത്തിൽ നിന്ന് മോചനം, പാപങ്ങളിൽ നിന്ന് മോചനം അല്ലേ. ഇതൊക്കെ മോചനം നമുക്ക് നേടിത്തരുന്ന അത്ഭുതം നിറഞ്ഞ രാത്രിയാണ്. പക്ഷെ ഇതെല്ലാവർക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ഇബാദത്തിനുള്ള തൗഫീക്ക് കിട്ടൂല. ഈമാനുള്ളവർക്കേ കിട്ടുള്ളൂ. ചില ആളുകൾ അപ്പോഴും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ബറാഅത്തിന് പുണ്യമില്ല, ബറാഅത്ത് രാത്രിയില്ല, മറ്റതില്ല മറിച്ചതില്ല. അവരങ്ങനെ പോസ്റ്റിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ചൊല്ലാൻ കഴിയാതെ അങ്ങ് മരിച്ചു. പക്ഷേ ഈമാനുള്ളവർക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക്, മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണമെന്ന ചിന്തയുള്ളവർക്കൊക്കെ പടച്ചോനൊരു തൗഫീക്ക് കൊടുക്കും. ബറാഅത്ത് രാവിലെ പുണ്യമുണ്ടെന്ന് തിരിച്ചറിയാൻ, ആ രാവിനെ മനസ്സിലാക്കാൻ, ഇബാദത്ത് ചെയ്യാൻ ഒരു യാസീനെങ്കിലും ഓതാനുള്ള തൗഫീക്ക് അല്ലാഹു കൊടുക്കും. പടച്ചോനെ, ആ ബറാഅത്തിൻ്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മൾ സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് 15 തവണ വീതം എല്ലാ രാത്രിയിലും നമ്മുടെ മജ്ലിസിൽ ഓതാറുണ്ട് അല്ലേ. എന്ത് ചോദിച്ചാലും ലഭിക്കുമെന്നാണ്. ഈ 15ാം രാവ് വരെ അതിങ്ങനെ പതിവായി ഓതണം. അതിൻ്റെ 1-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക, ബറക്കത്താക്കപ്പെട്ട മുബാറക്കായ രാത്രി. ആ മുബാറക്കായ രാത്രി ഏതാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വലിയ ജ്ഞാനപടുക്കളായ ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചത് അത് ബറാഅത്ത് രാവാണ് എന്നാണ്. പിന്നെ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന നിർണിതമായൊരു രാത്രിയാണത്. ഒരു കൊല്ലത്തെ ആയുസ്, ഇനി അങ്ങോട്ട് ഈ കൊല്ലം മരിക്കുമോ, ഈ കൊല്ലം ഭക്ഷണം എങ്ങനെ, ഈ കൊല്ലം അവന് കുട്ടികളുണ്ടാവുമോ, അതുപോലെ തന്നെ ഈ കൊല്ലം കച്ചവടത്തിന് ലാഭമാണോ, ഈ കൊല്ലം വീട് വെക്കുമോ, ഇങ്ങനെ തുടങ്ങി എല്ലാം തീരുമാനിക്കപ്പെടുന്ന ഒരു രാത്രി. അള്ളാഹിനോട് കൈ ഉയർത്തിയിട്ട് ദീർഘായുസിന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ തരൂല്ലേ എങ്ങനെയുള്ളൊരു രാത്രിയിൽ അല്ലേ. അപ്പം നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് ചെയ്യട്ടെ. ഈ രാത്രി കിട്ടിയ ലൈഫ് അടിപൊളിയായി, കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ്. അപ്പോൾ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ രാത്രി നമുക്കൊന്ന് നേടിയെടുക്കാം. 8 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഈ രാത്രി വേണ്ട, ഈ രാത്രി കൊണ്ട് ഒരു കൊല്ലം അടിപൊളിയാക്കാൻ പറ്റും. 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ രാത്രി ഹയാത്താക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പുരുഷന്മാരെന്തായാലും പള്ളിയിൽ പോയിട്ട് മഗ്‌രിബും ഇശാവും അന്നത്തെ സുബ്ഹിയൊക്കെ ഭംഗിയായിട്ട് ജമാഅത്താക്കണം. ആ രാത്രിയുടെ ഹയാത്താക്കിയ പ്രതിഫലം കിട്ടാൻ അത് വളരെയേറെ ഉപകരിക്കും. പ്രിയപ്പെട്ട ഉമ്മാരാണെങ്കിൽ വീട്ടിൽ കുട്ടികൾ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതുപോലെ തന്നെ സഹോദരിമാരെല്ലാവരും കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആ രാത്രിയുടെ പുണ്യം, ആ പുണ്യത്തിൽ നിന്ന് ഹൃദ്യമായൊരു പങ്ക് ലഭിക്കാൻ അത് കാരണമായി തീരും. രണ്ടാമത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 3 യാസീൻ തന്നെയാണ്. യാസീൻ്റെ കാര്യം നമ്മൾ സ്വഭാവത്തിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തേത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമുക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏത് ദീർഘായുസ്? വെറുതെ എങ്ങനെ കുറേ ജീവിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടണം. എങ്ങനെയുള്ള ദീർഘായുസ്? ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് കിട്ടണം. വെറുതെ അങ്ങനെ അങ്ങോട്ട് ശരീരം കൊണ്ട് വയ്യാതെ എണീറ്റ് നടക്കാത്ത നിലയ്ക്ക് ഒരുപാട് നാളങ്ങനെ ജീവിച്ച് കിടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. നമുക്ക് ആഫിയത്ത് വേണം, നിന്ന് നിസ്കരിക്കാൻ പറ്റണം. മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ ആശ്രയത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, തളർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്വഭാവലേറിലുള്ളവർക്കൊക്കെ പടച്ചോൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്നുള്ള നല്ല നിയച്ച്. രണ്ടാമത്തേത് റിസ്ക് വിശാലാകാൻ. നമ്മൾ ഉണർത്തിയില്ലേ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമൊന്നുമല്ല. ഭക്ഷണം കുറേ വിശാലമായിട്ട് എന്ത് കിട്ടാനാ? ആവശ്യത്തിന് ഭക്ഷണം വേണം. ഇപ്പോൾ വിശാലമായിട്ട് തന്നെ വയറ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല. ഇനി ഇങ്ങനെ വിശാലാക്കണം എന്നല്ല, റിസ്ക്കിലെല്ലാം പെട്ടു. ഭക്ഷണം, വസ്ത്രം, വാഹനം, വീട്, സന്തോഷം, എന്തെല്ലാം നിനക്ക് ജീവിതത്തിൽ വേണോ, ജീവിതത്തിൻ്റെ റാഹത്തായ ഒരു ജീവിതത്തിന് എന്തെല്ലാം ഉപാധികളുണ്ടോ അതിലൊക്കെ ബറക്കത്ത് തരണേന്നാണത്. അത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. മുസ്ലിമായി ജീവിച്ചാൽ മതിയോ? മുസ്ലിമായി മരിക്കണ്ടേ? ഇതിന് നല്ല നീത്ത്. അപ്പോൾ സൂറത്ത് യാസീൻ പ്രത്യേകം ഓതാൻ കാരണം എന്താ? സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത്തില,
നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു തരുമെന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ രാത്രിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. യാസീൻ ഓതിയിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ മതി. മനസ്സിലായോ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പ്രത്യേകിച്ച് മഗ്‌രിബിന് ശേഷം ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ, അസറിന് ശേഷം ഓതിയോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഏറ്റവും ശ്രേഷ്ഠം മഗ്‌രിബിന് ഓതൽ തന്നെയാണ്, മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ ഓതൽ തന്നെയാണ്. ഇനി നാലാമത്തേതാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ രാത്രി നമ്മളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമാകാം. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്, എൻ്റെ മക്കൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്, ഒരു ഹദിയ, ഒരു രൂപയെങ്കിലും അന്നത്തെ രാത്രി പ്രയാസം അനുഭവിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ഹദിയ മരണപ്പെട്ടവരുടെ പേരിൽ അങ്ങ് കൊടുക്കുക. 1 രൂപയാണെങ്കിൽ കൊടുക്കുക. അള്ളാഹു ഏറ്റെടുത്താൽ നമുക്കും സന്തോഷം. അന്നത്തെ രാത്രി കൊടുക്കുമ്പോൾ ഒരു കൊല്ലം, അന്ന് ഇനി ഇവന് ഒരു കൊല്ലം ദാരിദ്ര്യം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാലോ, ഒരു കൊല്ലം ഇവന് സമാധാനം എന്നങ്ങ് തീരുമാനിച്ചാലോ, അക്കൂട്ടത്തിൽ നമ്മുടെ മരണപ്പെട്ടുപോയോ അപ്പാടും പാടും ഖബറിലേക്ക് അത് ഹദിയ ചെയ്യുമ്പോൾ അതെന്തൊരു സന്തോഷമായിരിക്കും അവർക്ക്. അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. 5-മത്തേത് സിയാറത്തുൽ ഖുബൂറാണ്. ഖബർ സിയാറത്ത് ചെയ്യാം. രാത്രി ചെയ്യൽ വളരെ നല്ലതാണ്. കാരണം അന്നത്തെ രാത്രി ലൈലത്തുൽ ബറാഅ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ പണ്ടൊരു 10 കൊല്ലം മുമ്പൊക്കെ ഞാനിങ്ങനെ ബറാഅത്ത് രാവിൻ്റെ ആ ഒരു സിയാറത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓരോ മഹല്ലിൽ നിന്നും വണ്ടികൾ, വലിയ ട്രാവലർ, ലോറിയിലൊക്കെ ആളുകൾ പോവുക. പാതിരാത്രി 11, 12, 1 മണിക്കൊക്കെ ഖബർസ്ഥാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഓരോരോ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും. കാരണം ആ രാത്രി നിർണിതമായ രാത്രിയാണ്. നമ്മൾ പലപ്പോഴും അസ്ർ കഴിഞ്ഞിട്ട് സിയാർത്ത് ചെയ്ത് ഒക്കെ ബ്ലോക്കാക്കി വെക്കും. രാത്രിയിൽ കഴിയുമെങ്കിൽ സിയാർത്ത് ചെയ്യുക. ഇവിടെ പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിൽ അവർ വീട്ടിലിരുന്ന് ദ്വാരക്ക മരണപ്പെട്ടവർക്ക് അത് കിട്ടാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സിയാർത്ത് ചെയ്തിരുന്നു. പാതിരാത്രി സമയം ആയിഷ ബീവി മുത്തുനബി നോക്കുമ്പോൾ കാണുന്നില്ല. ഓടിച്ചെന്നിങ്ങനെ നോക്കുമ്പോണ്ട് ജന്നത്തുൽ ബഖയിൽ നിന്നിട്ട് കൈ ഉയർത്തി ദ്വാരക്കാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി രാത്രി പാതിരാത്രി ജന്നത്തുൽ ബഖയിലേക്ക് പോയിട്ടുണ്ട്. നമുക്കും അതുപോലെ ഖബർ സിയാറത്ത് ചെയ്യണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 6-മത്തെ ഒരു കാര്യം, സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യാം. സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യാം. ദുഹാൻ സൂറത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് വല്ലാത്ത മഹത്വങ്ങൾ തരുന്നൊരു സൂറത്താണ്. അസ്ബഹ മഗ്ഫൂറൻ ലഹ്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. അപ്പോൾ ആ രാത്രി ദുഹാൻ സൂറത്ത് ഒഴിവാക്കരുത് കേട്ടോ. പിന്നെ 7-മത്തേത് ഇസ്തിഗ്ഫാറാൻ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. ഒറ്റയ്ക്കിരുന്ന് റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുക. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്ത് പാപമോചനം തേടിയാൽ പിന്നെ ഒരു കൊല്ലം സന്തോഷമല്ലേ. തൗബ ചെയ്യുക. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ദുനിയാവിൽ ഒരുപാട് ലാഭങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഗ്ഫാർ ധാരാളം. 8-മത്തേത് ബറാഅത്തിൻ്റെ നോമ്പ് തന്നെയാണ്. സൂമൂ നഹാറഹ, അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നോമ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു സുബാഉൽ. ഷഅബാനിലെ സുന്നത്താക്കപ്പെട്ടൊരു നോമ്പ് നിയത്ത് ചെയ്യാം. ബറാഅത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് നിയത്ത് ചെയ്യാം. അയ്യാമുൽ ബീദ്, വെളുത്തവാവിൻ്റെ സുന്നത്തായ നോമ്പ് നിയത്ത് ചെയ്യാം. പിന്നെ 2 ഫർളുകളിൽ ഏതെങ്കിലും ഒന്നുകിൽ നേർച്ചയാക്കിയ നോമ്പ് പിടിക്കാം, അല്ലെങ്കിലോ നഷ്ടപ്പെട്ട ഖളാ ആയിപ്പോയ റമദാനിൽ നിന്നുള്ള നോമ്പും നമുക്ക് നോറ്റുവീട്ടാവുന്നതാണ്. അങ്ങനെ ബറാഅത്ത് രാവിനെ ധന്യമാക്കാൻ ശ്രമിക്കണം. അതിനുമുമ്പ് വീടൊക്കെ നമ്മൾ ഒരുക്കിയല്ലേ, വീടൊരുക്കി നനച്ചുളിയൊക്കെ റെഡിയാണ്. വീടൊരുക്കുന്നതോടൊപ്പം കൽബൊരുക്കണം. അള്ളാനെ കാണാൻ പറ്റിയ കൽബായി നമ്മുടെ കൽബിനെ മാറ്റണം. അങ്ങനെ കൽബും ശരീരവും വീടും എല്ലാം ഒരുക്കി ബറാഅത്തിനെ കാത്തിരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു കൊല്ലം അടിപൊളിയാകും, സമാധാനമുള്ളതാകും. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൽമ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.